നമുക്ക് എന്തായാലും ഇതിന്റെ ക്ലച്ച് ഓവർ അഴിക്കാം. കാരണം ക്രാങ്ക് ബെൻഡായി കഴിഞ്ഞാൽ നമുക്ക് നിർത്തിക്കൊണ്ട് വേണം ക്രാങ്ക് ബെൻഡ് അടിച്ചെടുക്കാം. ക്രാങ്ക് ബെൻഡാവുമല്ല, ക്രാങ്ക് ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് തിരിയുമായിരുന്നു, റൊട്ടേഷൻ മാറിപ്പോവും. അതാണ് സംഭവിക്കുന്നത്. കാരണം ക്രാങ്ക് അത്രയും ബലമുള്ള സാധനം അങ്ങനെ ബെൻഡാവാറില്ല. ഇനി അറിയത്തില്ല ബെൻഡാവുമെന്ന്. അപ്പം അതിന് വേട്ടെ. അപ്പം നമുക്ക് ഇതുപോലെ ക്രാങ്ക് ബെൻഡായ ഭാഗം നമുക്ക് നിക്കറൊന്ന് കവർ എടുക്കാം. ഇതുണ്ടോ, ബെൻഡായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ എടുക്കാം. ബെൻഡായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതുപോലെ ഓയിലേക്ക് വരുള്ളൂ. ഇത് ക്രാങ്ക് ബെൻഡായിട്ട് വണ്ടി വഴി വെച്ച് ബെൽറ്റ് പൊട്ടിപ്പോയി കേട്ടോ. അപ്പം ഞാൻ വഴിയിൽ നിന്ന് ബെൽറ്റ് ഇട്ടുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ പണി എളുപ്പത്തിന്. ഇതുണ്ടോ, ഇങ്ങനെ ഓയിലേക്ക് വന്നെങ്കിൽ ക്രാങ്ക് ബെൻഡാണ്. ബെൻഡായെങ്കിൽ മാത്രമേ ഇങ്ങനെ ഓയിലേക്ക് വരാറുള്ളൂ. ഞാൻ കാണിക്കാം. ക്രാങ്ക് ബെൻഡായിട്ടാണ് അതിൽ ഓയിലേക്ക് വന്ന് ഇവിടെ മൊത്തം കുളമായിട്ട് ഇറക്കുന്നതുണ്ടോ. അപ്പോൾ ഇതിനെ ക്രാങ്ക് ബെൻഡ് നല്ല ഗ്യാപ്പാണേ. ഉണ്ടോ, ഇവിടെ നല്ല ഗ്യാപ്പാണ്. ഇതുണ്ടോ, അവിടെ വന്നപ്പോൾ തന്നെ മുട്ടി, കമ്പി വന്ന് മുട്ടി. ഇതുണ്ടോ, ഇതാണ് ക്രാങ്ക് ബെൻഡ്. ഇവിടെ കറങ്ങാൻ നമുക്ക് കണ്ടാൽ അറിയാം. കണ്ടോ, ഗ്യാപ്പുണ്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ക്രാങ്ക് അടിച്ചിടാം. അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ശാശ്വതമാകുകയില്ല. നല്ലപോലെ ആവണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ അഴിച്ച് തന്നെ ക്രാങ്ക് ആണെന്നെങ്കിൽ ക്രാങ്കിൻ്റെ ബെൻഡ് ശരിക്കും മാറത്തുള്ളൂ. അല്ല നമുക്ക് ചുമ്മാ നമ്മൾ പുറമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശാശ്വതമാവില്ല. പണിയാണെങ്കിൽ നല്ലപോലെ അഴിച്ചു വേണമെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആകത്തുള്ളൂ. മറ്റേ വേറും താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ കുറേ കഴിയുമ്പോൾ ഓയിലേക്ക് ആവും. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെൻഡേഴ്സ് കിടന്ന് കിരികിരികിരാന്ന് ഒച്ച വയ്ക്കും. മുമ്പത്തെ ഒച്ചയൊക്കെ കേൾക്കാൻ തുടങ്ങും. അഴിച്ചു വേണമെങ്കിൽ ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ക്രാങ്ക് നമുക്ക് ഊരിയെടുത്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ക്രാങ്ക് ബെൻഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എഞ്ചിന് പുകയോ വിഷം പോയിട്ടോ വേറെ അടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആ ക്രാങ്ക് മാത്രം ഊരിയെടുത്ത് അത് ബെൻഡ് എടുത്ത് ക്ലിയർ ആക്കി കയറ്റിയില്ല. അല്ല ക്രാങ്ക് പോകണം, ക്രാങ്ക് മാറണം. ക്രാങ്ക് പോയിട്ടില്ല, കാരണം ക്രാങ്കിന് അടിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ആ ക്രാങ്ക് നമുക്ക് ഊരിയെടുത്ത് ലെവൽ ചെയ്യാം. കയറ്റി കൊടുത്താൽ ലെവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ക്രാങ്ക് ഊരിയെടുക്കാം. അല്ലെങ്കിൽ പിസ്റ്റന് വേറെ കുഴപ്പമില്ല. ഈ വണ്ടിക്ക് പുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറുതെ പിസ്റ്റൻ മാറി കളയേണ്ട കാര്യമില്ല. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പരമാവധി പൈസ കുറച്ച് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ഈ വണ്ടി ചെറിയ തുകയ്ക്ക് നമുക്ക് ചെയ്യാം കേട്ടോ. വലിയ പൈസ ഒന്നും ആവത്തില്ല. നമുക്ക് ഏകദേശം 5 രൂപയ്ക്ക് താഴെ തന്നെ ചെയ്യാം. കാരണം ഈ സാധനങ്ങളും എല്ലാം മാറി തന്നെ നമുക്ക് വലിയ പൈസ ആകാത്ത രീതി ക്രാങ്ക് ബെൻഡ് നമുക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പിസ്റ്റൻ കണ്ടോ, കാണിക്കാം. ഇതിൻ്റെ പിസ്റ്റൻ ഇങ്ങനെ എടുത്ത് വെച്ചാൽ പിസ്റ്റൻ ഒരിക്കലും സിലിണ്ടറേ ഊരില്ല. കണ്ടോ, പിസ്റ്റൻ സിലിണ്ടറേ നമ്മൾ ഊരില്ല. പിസ്റ്റൻ സിലിണ്ടറേ ഊരാതെ പതുക്കെ പുറകോട്ട് വലിച്ചു വയ്ക്കുക. കാരണം ഊരിക്കഴിഞ്ഞാൽ ചിലപ്പം പുക വരാൻ ചാൻസ് ഉണ്ട്. ഊരരുത്. ഈ പിസ്റ്റന് വേറെ ഒരു കുഴപ്പമില്ലേ. പിസ്റ്റന് ഊരാതെ നമ്മൾ പതുക്കെ ലോക്കിങ് ഊരിയെടുക്കാം. എന്നിട്ട് കേട്ടോ, പിസ്റ്റൻ സിലിണ്ടറേന്ന് പിസ്റ്റൻ ഊരരുത്. ഊരിയെടുത്ത് നമുക്ക് ഈ പിസ്റ്റൻ തന്നെ കയറ്റിയിടാം. കാരണം ഇതിനിട്ടാൽ മതി. അപ്പം ചെറിയ പോറിലൊക്കെ കരി അടഞ്ഞിരിക്കുമായിരിക്കും. നമ്മളത് പിന്നെ തിരിച്ച് നമ്മൾ കയറ്റി ഇടുന്നതിനും റിങ്സ് പൊസിഷൻ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടിക്ക് പോകുമല്ലോ. ഇത് നൂരായിരിക്കണം. നമുക്ക് വീണ്ടും ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്രാങ്ക് മാത്രം സെറ്റ് ചെയ്യാൻ മതി. കാരണം ഇതിൽ ഒന്നും മാറേണ്ട കാര്യം, ടൈം ചെയ്യാൻ ഒന്നും ഒരു വിഷയം, എല്ലാം നല്ല സാധനം കിട്ടുന്നത്. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതോടെ മാറ്റി വയ്ക്കാം. ഇതുണ്ടോ, ഈ ക്രാങ്കിന് വേറെ ഇളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ക്രാങ്ക് തിരിഞ്ഞു പോയതോ കേട്ടോ. ക്രാങ്ക് അങ്ങനെ ബെൻഡാവത്തില്ല, ക്രാങ്ക് തിരിഞ്ഞേ പോകത്തുള്ളൂ. ഇതിൽ വേറെ ഇളക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഞാൻ നിങ്ങളെ ഊരി കാണിക്കാം. ഇതിൻ്റെ പിക്കപ്പ് കോയിൽ. അപ്പം പിക്കപ്പ് കോയിൽ ഞാൻ നിങ്ങളെ അഴിച്ച് കാണിക്കാം. ഇത് സ്റ്റാർട്ടിങ് കോയിലോ കേട്ടോ. ഇതാണ് പിക്കപ്പ് കോയിൽ എന്ന് പറയുന്ന സാധനം. ഇതാണ് പിക്കപ്പ് കോയിൽ. ഇത് തന്നെ കിട്ടത്തില്ല കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് തന്നെ കിട്ടത്തില്ല. ഇത് സെറ്റാണ് വരുന്നത് എനിക്ക് തോന്നുന്നത്. ഈ അടുത്തിടയ്ക്കൊക്കെ നമ്മൾ മേടിച്ചിട്ട് തന്നെ കിട്ടിയിട്ട് ഇതെല്ലാം സെറ്റാണ് കിട്ടാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, പിക്കപ്പ് കോയിൽ എന്ന് പറയുന്ന സാധനം. ഞങ്ങൾ കൂടി നമുക്ക് ക്രാങ്ക് എടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ ക്രാങ്ക്. ഈ ക്രാങ്കിന് വേറെ ഇളക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല ക്രാങ്ക് കേട്ടോ. ക്രാങ്ക് വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ അടിപ്പൊന്നുമില്ലായിരുന്നു. അപ്പം ക്രാങ്ക് ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് ബെൻഡാവില്ല, ക്രാങ്ക് തിരിയോ ചെയ്യുന്നത്. ഈ ക്രാങ്കിന് ബെൻഡൊന്നുമില്ല, ക്രാങ്ക് തിരിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലേത്തി കൊടുത്ത് ഈ ക്രാങ്കിൻ്റെ തിരിവ് മാറ്റിയാൽ മതി. ഇത് കാരണം ഇത് 2 പീസാണ് ക്രാങ്ക്. അതിന് നടുക്ക് കണ്ടങ്ങനായിട്ട് ബെയറിംഗ് ആയിട്ട് ബന്ധിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. സൈഡ് 2 ബെയറിങ്. അപ്പോൾ ഇത് നമുക്ക് വേറെ മാറാനൊന്നുമില്ല. ഇതിപ്പം ഇത് മാറുന്ന കണ്ടനാടാണ് മാറുന്നത് കേട്ടോ. വേറെ ക്രാങ്ക് മാറിച്ചോ പിടിച്ചോ ഒന്നും കണ്ട കാര്യമില്ല. കണ്ടനാട് നല്ല റാഡ് തന്നെയാണ്. ഈ റാഡ് മാറാതെ തന്നെ നമുക്ക് ഈ ക്രാങ്കിന് ബെൻഡ് എടുക്കാം. ബെൻഡ് എടുത്ത് ഇവിടെ 2 സ്പോട്ട് കൊടുത്താൽ മതി പിന്നീട് തിരിയാതിരിക്കാൻ വേണ്ടി. അത് ലേത്തിൽ ചെയ്യുന്നത്, നമുക്ക് ചെയ്യത്തില്ല, ലേത്തുകാരെ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രാങ്ക് ലേത്തി കൊടുക്കാം. അപ്പോൾ അവരിത് ബെൻഡ് അത്
തിരിഞ്ഞു പോയത് ലെവലാക്കി ബെൻഡ് എടുത്ത് ക്ലിയർ ആക്കി നമുക്ക് തരും. അപ്പോൾ ഓക്കെ.